വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോരോ തരത്തിലുള്ള എക്സാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാ ബേസിക് സയൻസിന്റെയും ഊഴം എത്താനായിട്ടുണ്ട്. അപ്പോൾ ദാ ഇന്ന് മിസ് നിങ്ങളെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും അല്ലേ ചില ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് അറിയായിരിക്കും, പക്ഷെ എഴുതാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ അതുമായിട്ടൊന്ന് ഫെമിലിയർ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവുകയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് തന്നെ അല്ലേ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും നമുക്ക് അടിപൊളിയായിട്ട് അത് എക്സാം ഷീറ്റിലേക്ക് മാറ്റാനും സാധിക്കും. അപ്പം അങ്ങനെയുള്ള നിങ്ങളെ ചിലപ്പോഴെങ്കിലും അല്ലേ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് കണ്ട മക്കൾക്കാർക്ക് ഒരു ഡൗട്ടോ ടെൻഷനോ ഒന്നും ഉണ്ടാവണ്ട. ദാ നമുക്ക് നോക്കാം ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്ന്. What are the changes happen to our body associated with the inhalation and exhalation? ഉച്ഛ്വാസ നിശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. എക്സാം ഒരൽപ്പം ടഫാക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലേ ഈ ഒരു രീതിയിലുള്ള പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ടഫാക്കി കഴിഞ്ഞാലും നമുക്ക് മാർക്ക് പോവാത്ത രീതിയിൽ എങ്ങനെ പഠിച്ചു വെക്കാം എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വളരെ സിമ്പിളാണ് അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കീ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുന്നത്, ഉച്ഛ്വാസം നടക്കുന്ന സമയത്ത് അല്ലെ ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം എന്താവുന്നുണ്ട്, നിവരുന്നുണ്ട് അല്ലെ. ആ ഒരു വളവ് എന്ത് ചെയ്യുന്നുണ്ട്, അല്പം നിവരുന്നുണ്ട്. ദ ഡയഫ്രം കോൺട്രാക്ട് ആൻഡ് ദ ഫ്ലാറ്റൻ സ്ലൈറ്റ്ലി. പിന്നെ നമ്മൾ നോക്കേണ്ട സമയത്ത് ആ സമയത്തെ റിബ് കേജിനുള്ള അവസ്ഥ എന്താണെന്നുള്ളതാണ്. നോക്കിക്കേ നിങ്ങൾ, ഈ റിബ് കേജ് എന്താ സംഭവിക്കുന്നത്, അപ്വേർഡിലേക്കാണല്ലേ പോകുന്നത്. അതായത് വാരിയലിൻ കൂട് ഉയരുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? യെസ്. അടുത്തതായിട്ട് നോക്കിക്കേ, ഔരശയത്തിന്റെ അല്ലെ ഔരശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്. പിന്നെ എന്താണ്, വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണ്, ഉച്ഛ്വാസ സമയത്താണ് അല്ലെ. അറ്റ്മോസ്ഫിയറിക് എയർസ് എൻറ്റേഴ്സ് ദ ലങ്സ് എന്നുള്ളത് എപ്പോഴാണ്, ഇൻഹേലേഷൻ നടക്കുമ്പോഴാണ്. ഈ ഒരു സമയത്താണ് വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ലങ്സ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ആവുന്നത് അല്ലെ. ഓർത്ത് വെക്കണേ, ദിസ് ഈസ് ഇൻഹൈലേഷൻ. നിങ്ങളുടെ മനസ്സിൽ അപ്പം എന്താണ്, നമ്മൾ ശ്വാസം വലിക്കുന്നതാണ് വരേണ്ടത് അല്ലേ. അപ്പൊ ശ്വാസം വലിക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഡയഫ്രം എന്താ ചെയ്യുന്നത്, കോൺട്രാക്ട് അല്ലെ. ഡയഫ്രം എന്താണ് ചെയ്യുന്നത്, കോൺട്രാക്ട് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശം അല്ലെ അതെന്താ ചെയ്യുന്നത്, വികസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറിപ്പോവരുത് അല്ലെ. ഡയഫ്രം ചുരുങ്ങിയിട്ട് വളവൽപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിവരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നുണ്ട്. ഔരാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ അകത്തേക്ക് അറ്റ്മോസ്ഫിയറിക് എയർ ഇങ്ങനെ കയറി വരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുകയല്ലേ. ഇനി എക്സൈലേഷൻ വരുമ്പോൾ അല്ലേ, ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്. അപ്പൊ എക്സൈലേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത് അല്ലെ. ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ലങ്സ് കോൺട്രാക്ട്. നോക്കിക്കേ നിങ്ങൾ, ലങ്സ് എന്ത് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യാണ് അല്ലെ. ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്. പിന്നെ എന്താ ഉള്ളത്, the volume of the thoracic cavity decreases and lungs contract. The diaphragm returns to the previous stage and rib cage moves down. അപ്പോൾ റിബ് കേജ് പൊന്തുന്നത് എപ്പോഴാണ്, ഇൻഹൈലേഷൻ നടക്കുമ്പോഴും ഇൻഹൈലേഷൻ കഴിഞ്ഞ് എക്സൈലേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് അല്ലെ റിബ് കേജ് എന്താ ചെയ്യുന്നത്, റിബ് കേജ് മൂവ് ഡൗൺ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇവിടെ തന്നെ അല്ലേ ആ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ആണ്, നിങ്ങൾക്ക് അത് നന്നായിട്ട് ഓർത്ത് വെക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഈ ഡയഗ്രത്തിൽ ഓരോ ഭാഗങ്ങൾ വിട്ടുകളയും. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.